കരുനാഗപ്പള്ളി കന്നേറ്റി ജലോത്സവത്തിന് കൂടുതൽ ധനസഹായമുണ്ടാകുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലാണ് കന്നേറ്റിക്കായലിൽ ജലോത്സവം നടത്തുന്നത്. കരുനാഗപ്പള്ളി കന്നേറ്റിക്കായലിൽ നടക്കുന്ന 85ാമത് ശ്രീനാരായണ ട്രോഫി വള്ളംകളിക്ക് കൂടുതൽ ധനസഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് കന്നേറ്റിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കായലിന്റെ പ്രശ്നമുണ്ട്, ഇപ്പൊ അത് മാറ്റിയിരിക്കുന്നു. എങ്കിലും നന്നായിട്ട് ചെയ്യുന്നത് വളരെ പഴക്കമുള്ളതാണ്. നേരത്തെ തന്നെ ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. ഇത് ഇനിയിപ്പോ വരുന്ന ഈ ചാമ്പ്യൻസ് ലീഗ് മൊത്തത്തിലുള്ള ആകെയുള്ള ലീഗുകളുടെ ഒരു ബോർഡ് മീറ്റിംഗ് വരുന്നുണ്ട്. ടൂറിസം മന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ ഉള്ളതാണ് ബോർഡ്. വീണ്ടും ആ പ്രശ്നങ്ങൾ ഉന്നയിക്കാം. നമുക്ക് ഈ ജില്ലയിൽ 2-3 പ്രധാനപ്പെട്ട വള്ളംകളികളാണല്ലോ. ഇപ്പം പ്രസിഡന്റ് ട്രോഫി അതിനകത്ത് പ്രധാനപ്പെട്ടതായി വന്നിട്ടുണ്ട്. ഇത് വളരെ പഴക്കമുള്ളതാണ്. പിന്നെ മണ്ഡലത്തിലെ കന്നഡ വള്ളംകളികളാണ്. ഇതിനകത്ത് ഈ ഗൗരവത്തിൽ കുറച്ചുകൂടി ആളുകളെ ആകർഷിക്കുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന മത്സരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടീമായിട്ട് മത്സരം ഏതാ? വള്ളംകളിയാണ്. ജലോത്സവ കമ്മിറ്റി ചെയർമാൻ CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. SNDP യോഗം കരുനാഗപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് K. സുശീലൻ, സെക്രട്ടറി A. സോമരാജൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. M. അൻസാർ, M. ശോഭന, കോട്ടയിൽ രാജു, റെജി ഫോട്ടോ പാർക്ക്, PB സത്യദേവൻ, R. മുരളി, ക്യാപ്റ്റൻ S. പ്രവീൺകുമാർ, കുളച്ചവരമ്പേൽ ഷാജഹാൻ, സുരേഷ് ഇഷ്ടം, ജോബു പാപ്പച്ചൻ, കൊട്ടുകാട് സുരേഷ്, മുരളീധരൻ പഞ്ഞുവിളയിൽ, താഹിർ മുഹമ്മദ്, നിയാസി കുട്ടി, ബിനോയ് കരിമ്പാലിൽ, സദാനന്ദൻ കരിമ്പാലിൽ, സരിത അജിത്ത്, ഉത്തമൻ കൊല്ലക, ഷമ്മാസ്, ബഷീർ അവർമാക്സ്, സജിത്ത് പുളിമൂട്ടിൽ, ശിവൻ കൊല്ലക, സിംലാൽ, സീമ സഹജൻ, പടിപ്പൂർ ലത്തീഫ്, ശാലിനി രാജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.